ഈ പാലക്കാടെയും വയനാട്ടിലെയും ചേലക്കരയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകുന്നു. ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ശരിയാണ്. ഗോപികൃഷ്ണൻ, ഇത് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഉണ്ടാകുന്ന ചില അനുരണനങ്ങൾ മാത്രമാണോ, അതോ കൂടുതൽ ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടോ? ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മുന്നണികളിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളോ പൊട്ടിത്തെറികളോ ഒക്കെ ഒരുപക്ഷെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് BJP ആണ്, അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയിലാണ്. മറ്റ് രണ്ട് മുന്നണികളിലും ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത്ര കാര്യമാക്കേണ്ടതില്ല നിലവിലെ സാഹചര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് CPIയുടെ പ്രധാനപ്പെട്ട വിമർശനമാണ്. 72,000 വോട്ടുകളാണ് സത്യൻ മൊഗേരിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ, അതായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വയനാട്ടിൽ കുറഞ്ഞിരിക്കുന്നത്. സത്യൻ മൊഗേരിയെ പോലെ ഒരാളെ, തലപ്പൊക്കമുള്ള ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടത് ഉണ്ടായിരുന്നില്ല തോൽവി ഉറപ്പായ മണ്ഡലത്തിൽ എന്നത് സ്വാഭാവികമായും CPIയുടെ ഒരു വിമർശനവും വിലയിരുത്തലുമാണ്. പക്ഷേ അതിനേക്കാൾ ഗൗരവത്തിൽ CPI അവതരിപ്പിക്കുന്നത് CPMന്റെ ഒരു ശ്രദ്ധ ആ മണ്ഡലത്തിൽ പതിഞ്ഞിരുന്നില്ല. കാരണം 72,000 വോട്ടിന്റെ കുറവെന്ന് പറയുന്നത് ചെറിയ നിസ്സാരമായ ഒരു കുറവല്ല, അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു ക്ഷീണമുണ്ടാക്കുന്ന കുറവാണ്. അതുകൊണ്ട് അതിന്റെ ഒരു പഴി CPMന് ചാരുകയാണ് CPI ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ വിമർശനങ്ങളൊക്കെ ഇടതുമുന്നണി യോഗത്തിൽ CPI ഉന്നയിക്കുകയും ചെയ്തേക്കും. അതിനപ്പുറം വലിയ തരത്തിലേക്ക് ഒരു പൊട്ടിത്തെറിയിലേക്ക് ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങൾ മാറാനുള്ള സാധ്യത കുറവാണ്. മറ്റൊന്ന് ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ്. രമ്യ ഹരിദാസ് ചേലക്കരയിൽ സ്ഥാനാർത്ഥിയായി വരുന്നതിന് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് മുന്നോട്ട് വെക്കാൻ ഒരു യുക്തിയുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായി കിടക്കുന്ന ചേലക്കരയിൽ അവിടെ K രാധാകൃഷ്ണനുമായിട്ടുള്ള മാർജിൻ വളരെ കുറച്ചു കൊണ്ടുവരാൻ രമ്യ ഹരിദാസിന് ആ മേഖലകളിൽ കഴിഞ്ഞു എന്നതാണ് യഥാർത്ഥത്തിൽ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു കാരണമായി UDF അവതരിപ്പിക്കുന്നത്. അതിനപ്പുറത്ത് രമ്യ ഹരിദാസ് വ്യക്തിപരമായി തന്നെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള പിന്നാമ്പുറ കഥകളും സജീവമായിരുന്നു. ഏതായാലും രമ്യ ഹരിദാസിന് അവിടെ മോശമല്ലാത്ത തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതുണ്ട്. അവിടെയാണ് K മുരളീധരൻ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം വളരെ പ്രസക്തമാകുന്നത്. BJPക്ക് മറ്റ് രണ്ടിടത്തും, അതായത് വയനാട്ടിലും പാലക്കാടും BJPയുടെ വോട്ടിൽ ചോർച്ചയുണ്ടായപ്പോൾ ചേലക്കരയിൽ BJPക്ക് വോട്ട് ഉയർത്താൻ കഴിഞ്ഞു. അതായത് 9,893 വോട്ട് ചേലക്കരയിൽ BJPക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്ന K മുരളീധരന്റെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ ചർച്ചയായിരിക്കും. പക്ഷേ BJPയെ സംബന്ധിച്ച് അങ്ങനെയല്ല. BJPയെ സംബന്ധിച്ച് BJPക്ക് മാത്രമാണ് സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ A ക്ലാസ് എന്നും A+ എന്നും B ക്ലാസ് എന്നും ഒക്കെ തരം തിരിച്ച് മണ്ഡലങ്ങളെ കാണുന്ന ഒരു പതിവ് കേരളത്തിൽ BJPക്ക് മാത്രമുള്ളതാണ്. അവർക്ക് സ്വന്തമെന്ന് പറയാവുന്ന വോട്ടുകൾ, വോട്ട് ബേസ് ഉള്ള ഇടമാണ് പാലക്കാട്. അവിടെ BJPയുടെ ശക്തിദുർഗമായ നഗരസഭയിൽ അവിടെ BJPക്ക് ഉണ്ടായിട്ടുള്ള കുറവ് ഗണ്യമായ കുറവാണ്. അതായത് 6,239 വോട്ടിന്റെ ലീഡാണ് നഗരസഭയിൽ BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ അത് 497 വോട്ടായിട്ടാണ് കുറഞ്ഞുള്ളത്. ഇതിന്റെ കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് വിശദീകരിക്കേണ്ടി വരും. ഒരുപക്ഷേ